എൻ്റെ പേര് ലിജോ എന്നാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ഫിറ്റ്സ് എന്ന അസുഖത്തിന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല, പ്രെയറിന് പോകാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഈ അസുഖത്തിൻ്റെ പേരിൽ. ഞാൻ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഈ അസുഖം കാരണം ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പഠന കാര്യങ്ങളിലെല്ലാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ ഞാൻ വളരെയേറെ നാണം കെട്ടിട്ടുണ്ട് ഈ അസുഖം കാരണം. ഒരിക്കൽ പോലും ഞാൻ എന്താ പറയുക, ഈ അസുഖം കാരണം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ലാസ്റ്റ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഈ അസുഖം എനിക്ക് സുഖമില്ലാതെ വന്നു. രാത്രിയിൽ കിടന്ന സമയത്ത് ബെഡിൽ നിന്ന് ഞാൻ താഴെ വീണ് എൻ്റെ നെറ്റിയെല്ലാം ഇടിച്ച് നീരായി, മൂക്കൊക്കെ ചതഞ്ഞ്, അങ്ങനെ വളരെയേറെ പ്രയാസത്തിലിരിക്കുകയായിരുന്നു. ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ സ്കാന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ടെസ്റ്റെല്ലാം എഴുതി തരും. അത് മെഡിസിനും തരും. മെഡിസിന് കഴിച്ചിട്ട് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ആൻറ്റി ന്യൂസ് പേപ്പറിൽ കണ്ട് ഇങ്ങനെ ഒരു പ്രെയർ ഇവിടെ നടക്കുന്നു എന്ന്, അങ്ങനെ അവിടെ വിളിച്ച് ചോദിച്ച് ഇവിടെ വന്ന് പ്രെയർ ചെയ്യാൻ വേണ്ടി വിശ്വാസത്തോടെ പ്രെയർ ചെയ്യാമെന്ന് പറഞ്ഞു വന്ന് ബ്രദർ എൻ്റെ അടുത്ത് ബ്രദർ ഇവിടെ പറഞ്ഞു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ തലയിൽ നല്ല വേദന ഉണ്ടായിരുന്നു അന്ന് വീണതിന് ശേഷം. ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ സീറ്റിലിരുന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിവിടെ പെയിൻ ഇപ്പോൾ ഇല്ല, നല്ല എനിക്ക് സുഖം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിന് നല്ല റിലീഫായിട്ടുണ്ട് ഒരുപാട്. എനിക്ക് പൂർണ്ണ വിശ്വാസം ദൈവം തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പേരെന്ന് പറഞ്ഞു? ലിജോ. ഇവിടുന്ന വരുന്നത്? കൊല്ലത്തു നിന്നാണോ? കൊട്ടിയം. നല്ല വിശ്വാസമുണ്ട് ഈശോ സൗഖ്യപ്പെടുത്തുമെന്ന്. വിശ്വാസമുണ്ട്. ദൈവമേ, ഈ മകളുടെ ഈ മകൾ പറഞ്ഞ വലിയ വേദനിപ്പിക്കുന്നൊരു സത്യം, കൂട്ടുകാരുടെ മുമ്പിൽ രോഗിയായി ഫിക്സ് ബാധിച്ച് ഈ കുഞ്ഞനുഭവിച്ച സകല വേദനകളും ലിജോ, പരിശുദ്ധ അമ്മ നിൻ്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ കാണുന്നു, പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ? കൊന്തു ചെല്ലാറുണ്ടോ? സ്തോത്രം കർത്താവേ. ഈ മകൾ വിശ്വസിച്ചൂടെ കടന്നു വന്ന കർത്താവേ, ഈ അത്ഭുതങ്ങളുടെ ജപമാലയിൽ കഴിഞ്ഞനേക്കും കാലമായിട്ട് നമ്മളെ ഞെരുക്കുന്ന ഫിക്സ് രോഗത്തെ കർത്താവ് യേശു ശാസിക്കുന്നു. And I bite you, rebuke you. The name of Jesus Christ of Nazareth. ഇവിടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. ഇവിടെ തലയോടിയ തലച്ചോറിലെ കോശങ്ങൾ വിട്ടുപോകും. ഫിക്സിനെ സുഖപ്പെടുത്താൻ ഒരു മരുന്ന് ലോകത്തിനില്ല. എന്നാൽ ജീവിക്കുന്ന കർത്താവ് യേശു ഇവിടെയുണ്ട്. ഈ മകളെ സുഖപ്പെടുത്തുവാൻ അവൻ്റെ നാമമെല്ലാം നാമത്തിനും ഉപരിയായ നാമമാണ്. അധികാരമുള്ള ശക്തിയുള്ള നാമം യേശുവിൻ്റെ നാമം. എല്ലാം ഒട്ടും മടങ്ങും അവൻ്റെ മുമ്പിൽ. യേശു നാമത്തിൽ എല്ലാം ഒട്ടും മടങ്ങും. നമ്മളെ വിട്ടുപോകണം. ഫിക്സ് രോഗത്തിൻ്റെ സകല ദുരാത്മകളെ ശാസിക്കുന്നു, കൽപ്പിക്കുന്നു, വിട്ടുപോകും. ഇനി ഒരിക്കലും നമ്മൾക്ക് പ്രവേശനമില്ല. ഇവിടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഇവിടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. എല്ലാത്തിനുമേ വിട്ടുപോട്ടെ. സ്തോത്രം കർത്താവേ. ഈ മകൾ പറഞ്ഞ വേദനിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, കൂട്ടുകാരുടെ മുമ്പിൽ രോഗം ബാധിച്ച് അപമാനിക്കപ്പെടുന്ന അവസ്ഥ. പ്രത്യേകിച്ചും ഈ മകളുടെ ഈ പ്രായത്തിൽ ഈശ്വര നാമത്തിലെ സകല പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കുന്നു. സതാനെ വിട്ടുമാറ്. ഈ മകളുടെ ജീവിതത്തെ വിട്ടുമാറി ഈശ്വര നാമത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവ് ലിജോ നിന്നെ മേൽ ഇറങ്ങി നിൻ്റെ ശരീരത്തിൽ നിറയട്ടെ, നിൻ്റെ മനസ്സിൽ നിറയട്ടെ, നിൻ്റെ ആത്മാവിൽ നിറയട്ടെ. നിൻ്റെ തലമുറകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ബന്ധനസ്ഥരായ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്കെല്ലാം രക്ഷയും വിടുതലും ഉണ്ടാകട്ടെ. ലിജ വീട് എത്രാമത്തെ മകളാണ്? മൂത്തയാളെ. എത്ര മക്കളുണ്ട് നിങ്ങൾ? 2 പേര്. I bless you in the name of Jesus Christ of Nazareth. Be blessed. Be blessed and be healed by the mighty name of Jesus Christ of Nazareth.
ഇനി ഒരിക്കലും ഈ മകളിലേക്ക് ഈ തിന്മ തിരിച്ചു വരരുത്. നിൻ്റെ ക്ഷതമേറ്റ തലച്ചോറ്, നിൻ്റെ മനസ്സിൻ്റെ തലങ്ങൾ, അബോധ മനസ്സ്, എല്ലായിടത്തും വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. ആമേൻ. May the Lord fill you with His power, with His love. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ആമേൻ. യേശുവിൻ്റെ സമാധാനം നിന്റെ ഹൃദയത്തെ ഭരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ വസിച്ച്, നിന്റെ ഹൃദയത്തിൽ വസിച്ച്, നിൻ്റെ ആത്മാവിൽ ചൂട് നിറങ്ങി നിന്നെ വഴി നടത്തട്ടെ. റോമ 8:14 ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഞാൻ വീണ്ടും നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രോഗത്തിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബന്ധനസ്ഥരായ സകല തലമുറകളോട് അവിടുത്തെ കരുണയായിരിക്കണം. വിടുവിക്കപ്പെടട്ടെ, അവർക്കെല്ലാം വിടുതൽ രക്ഷയുണ്ടാകട്ടെ. അവിടെ പാപം ക്ഷമിക്കപ്പെടട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? എനിക്ക് ഒരുപാട് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. സന്തോഷം ഫീൽ ചെയ്യുന്നു. എനിക്ക് തലയ്ക്കൊരു വല്ലാതെ കനം ഉണ്ടായിരുന്നു, ഫേസിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വന്നു. ഇവിടെ കയറി വന്ന ലിജോ അല്ല അവിടെ നിൽക്കുന്നത്. ഇപ്പം എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഒരിക്കലും രോഗം തിരിച്ചു വരില്ല, പക്ഷേ ഈശോയുടെ കൂടെ ആയിരിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയിട്ട് എല്ലാവരെയും ജപമാല സമർപ്പിക്കണം. അനേകം ആത്മാക്കളുണ്ട്, രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും അവർക്ക് രക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സഹനങ്ങൾ, വേദനകൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് രക്ഷയുടെ ദൈവം സ്വീകരിക്കുകയാണ് കേട്ടോ. ഒരിക്കലും ലിജോയെ നശിപ്പിക്കാനായിട്ട് ദൈവം തരുന്ന നല്ലത്. നമ്മുടെ തലമുറയിൽ നമ്മുടെ ത്രൂ ദ ജീൻ, സയൻസ് പഠിച്ച ആളല്ലേ, നമ്മുടെ ജീനിലൂടെ പകരപ്പെട്ട ഒരു ശാപവും ബന്ധനമാണിത്. പക്ഷെ അതിന് മരുന്നുണ്ട്. കർത്താവിൻ്റെ വചനം, ഈശോയുടെ സ്നേഹം, പരിശുദ്ധാത്മാവ്. എന്നും പ്രാർത്ഥിക്കണം. യോഗ്യമായ കുർബാന സ്വീകരിക്കുക, വിശുദ്ധബലിയിൽ പങ്കെടുക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അനുഗ്രഹിക്കട്ടെ, മിടുക്കിയായിരിക്കട്ടെ. നമ്മുടെ കയ്യിലടിച്ച മനുഷ്യർക്ക് നന്ദി പറയാം.